പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ അടിയറവ് പറയിച്ചത്, അതായത് മുട്ടുകുത്തിച്ചത്, വെറും 240 സീറ്റുകളിൽ ഒതുക്കിയത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒന്നിച്ചുള്ള പോരാട്ടത്തിൻ്റെ ഫലം തന്നെയായിരുന്നു. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ മങ്ങിയിട്ടില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ കെടുകാര്യസ്ഥത, കോൺഗ്രസ് നാളിതുവരെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നാളിതുവരെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു യോഗം വിളിച്ചിട്ടില്ല. കോൺഗ്രസ് ആണ് മുൻകൈ എടുക്കേണ്ടത്. കോൺഗ്രസ് മുൻകൈ എടുക്കാത്തിടത്തോളം കാലം ഇന്ത്യ സഖ്യത്തിന് യാതൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വെവ്വേറെ പാർട്ടികളായി നിന്ന് പരസ്പരം പോർവിളിച്ച് മത്സരിക്കേണ്ടി വരുന്നത്. ഹരിയാനയിലെയും മഹാരാഷ്ട്രയെയും ചൂണ്ടിക്കാട്ടിയാണ് എല്ലാ നേതാക്കളും ഇക്കാര്യം പറയുന്നത്. ഹരിയാനയിൽ കോൺഗ്രസ് ഈ സഖ്യത്തിന് ശ്രമിച്ചില്ല. അവിടെ ഏറെ വിജയപ്രതീക്ഷയോട് മുന്നോട്ട് പോയി അമ്പയെ പരാജയപ്പെട്ടു. മഹാരാഷ്ട്രയിലും അത് തന്നെയാണ്. മഹാരാഷ്ട്രയിൽ എന്തിന് ഇന്ത്യ മുന്നണിക്ക് ഒരു കൺവീനർ പോലുമില്ല. അതുകൊണ്ട് തന്നെയാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം പറയുന്നത്. ഉദ്ധവ് താക്കറെ വിഭാഗമൊക്കെ ഇന്ത്യ സഖ്യത്തിൻ്റെ വളരെ കരുത്തുറ്റ പ്രവർത്തകർ നേതാക്കളുമായിരുന്നു. അദ്ദേഹം പറയുന്നു മുംബൈ, താനെ, നാഗ്പൂർ തുടങ്ങിയ കോർപ്പറേഷനുകളിലും അതുപോലെ ജില്ലാ പഞ്ചായത്തുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെ തീരുമാനം. അല്ലാതെ ഇന്ത്യ സഖ്യവുമായി യാതൊരു കണക്ഷനുമില്ല. വരാനിരിക്കുന്ന അതായത് ദേശീയ തലത്തിൽ നോക്കുമ്പോൾ 2 തെരഞ്ഞെടുപ്പുകളാണ് നടക്കാനിരിക്കുന്നത്, ഉടനെ നടക്കുന്നത്. ഒന്ന് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ്. അവിടെ നമുക്കറിയാം കെജ്രിവാളിനെതിരെ മത്സരിക്കുന്നത് ഷീലാ ദീക്ഷിതിൻ്റെ മകനാണ്. അതുപോലെ അവിടുത്തെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിക്കുന്നത് മറ്റൊരു മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. രാഹുൽ ഗാന്ധി ഇന്നു മുതൽ ഡൽഹിയിൽ പ്രചരണത്തിനിറങ്ങുകയാണ്. AAP ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷിയുമാണ്, സഖ്യകക്ഷിയുമാണ്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ബഹുഭൂരിപക്ഷം 49ഓളം സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 70 സീറ്റുകളാണ് അവിടെ ആകെ ഉള്ളത്. അപ്പോൾ ഈ സീറ്റുകളിലൊക്കെ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് കിട്ടേണ്ട വോട്ടുകളാണ് ചെതറിപ്പോകുന്നത്. ഇന്ത്യ മുന്നണിയായി നിന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ വോട്ടും AAPയുടെ വോട്ടും ഒരു സ്ഥലത്ത് തന്നെ ലഭിക്കും. ഇത് വോട്ടുകൾ ചിതറിപ്പോവുകയും BJPയുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നേരത്തെ ഒരു വാർത്തയിൽ ഞാൻ പറഞ്ഞിരുന്നത് ഡൽഹിയിൽ താമര വിരിയിക്കാൻ കോൺഗ്രസ് മുൻകൈ എടുക്കുന്നുവെന്ന്. അതേ ആരോപണം തന്നെയാണ് ഇന്നലെ ദേശീയ നേതാക്കളും പറഞ്ഞത്. ഉദ്ധവ് താക്കറെ വിഭാഗം നേതാക്കളും അതുപോലെ സമാജ്വാദി പാർട്ടി നേതാവ് RJD ലല്ലു പ്രസാദ് യാദവ് ഒക്കെ കോൺഗ്രസുമായി അത്രമാത്രം ബന്ധമുള്ള ആളുകളാണ്. അവർ പോലും പറയുന്നു ഇതിങ്ങനെ പോയാൽ നടക്കില്ല. അങ്ങനെ പറയുമ്പോൾ ഇന്ത്യ മുന്നണി കോൺഗ്രസിനെ കൈവിടുകയാണ്. കോൺഗ്രസ് മുൻകൈയെടുത്ത് യാതൊന്നും ചെയ്യുന്നില്ല. അവർ ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കണം. ഈ സംസ്ഥാനങ്ങളിലെ സ്ഥിതി ഒന്നും മാനിക്കുന്നില്ല. ഈവൻ തമിഴ്നാട്, കേരളം പോലുള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാം ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥിതി വേറൊരു കൾച്ചറാണ്. കർണാടകയിൽ സ്ഥിതി മറ്റൊന്നാണ്. കർണാടകയിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒന്നും ചെയ്യാനാകില്ല. BJP അവിടെ കരുത്തുറ്റ പാർട്ടിയാണ്. അവിടെയും സഖ്യം വേണം. മറ്റ് തെലങ്കാനയിൽ സഖ്യം വേണം. എല്ലാ സ്റ്റേറ്റുകളിലും ഇന്ത്യ സഖ്യമായി നിന്ന് മത്സരിക്കുകയാണെങ്കിൽ ഒരിക്കലും BJPക്ക് മുകളിലോട്ട് വരാൻ കഴിയില്ല. കാരണം വോട്ടുകളൊക്കെ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കും. ഇതങ്ങനെയല്ല. എല്ലാം എനിക്ക് വേണമെന്ന പിടിവാശി, എല്ലാം എനിക്ക് വേണം. എല്ലായിടത്തും കോൺഗ്രസിന് വേരോട്ടമുണ്ട്. കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നാലും BJPയെ പരാജയപ്പെടുത്താൻ പറ്റുമെന്ന അമിതമായ ആത്മവിശ്വാസം, അത് അന്ധവിശ്വാസമായി മാറുന്ന കാഴ്ചയാണ് ഹരിയാനയിലും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും കണ്ടത്. എന്നിട്ടും കോൺഗ്രസ് പാഠം പഠിക്കാതെ മുന്നോട്ട് പോവുകയാണ്. ഇതിനെയാണ് മറ്റ് പാർട്ടി നേതാക്കൾ ചോദ്യം ചെയ്യുന്നത്. അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശരിയുമാണ്. കാരണം AAP നേതാക്കളെ, പ്രത്യേകിച്ച് കെജ്രിവാളിനെയൊക്കെ അജയ് മാക്കനെ പോലുള്ള ആളുകൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അഴിമതിക്കാരനും രാജ്യവിരുദ്ധനും എന്നൊക്കെയാണ് വിളിച്ച് മുദ്രകുത്തിയത്. ഹൈക്കമാൻഡ് ശാസിച്ചുവെങ്കിലും വീണ്ടും എന്ത് ചെയ്തു? രാഹുൽ ഗാന്ധി പ്രചരണത്തിനിറങ്ങുന്നു. ഇതൊക്കെ നൽകുന്ന സന്ദേശം ഇന്ത്യ മുന്നണി വിഘടിക്കുന്നു, ഇന്ത്യ മുന്നണി പിളരുന്നു, ഇന്ത്യ മുന്നണിയിലെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ കോൺഗ്രസിനെ കൈവിടുന്നു എന്ന സൂചന തന്നെയാണ് ഇക്കാര്യങ്ങൾ തെളിയിക്കുന്നത്.